ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആയിട്ടാണ്. തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണി. പേര് പോലെ തന്നെ സ്പെഷ്യലാണ് ഇതിൻ്റെ ടേസ്റ്റും. ഇതിൻ്റെ ഒറിജിൻ തമിഴ്നാടാണ്. തമിഴ്നാട് സ്പെഷ്യൽ ഐറ്റമാണിത്. ഇനിയിപ്പോൾ ഇത് കഴിക്കാനായിട്ട് തമിഴ്നാട് വരെ ഒന്നും പോയി ബുദ്ധിമുട്ടേണ്ട. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ബിരിയാണി ഉണ്ടാക്കാനൊക്കെ മടിയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അത്രയും എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഉണ്ടാക്കാൻ അത്രയും എളുപ്പമാണ് എന്ന് വെച്ചിട്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അത്രയും സൂപ്പറായിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ നമ്മൾ ബിരിയാണിക്ക് കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ജീരകശാല അരിയാണ്. 1 കിലോ ജീരകശാല അരി എടുത്തിട്ടുണ്ട്. ബസുമതി റൈസ് അല്ല വേണ്ടത്. ഇത് നമ്മൾ ഗ്ലാസ് അളവിലൊന്ന് അളന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ കപ്പ് അളവിലൊന്ന് അളന്ന് മാറ്റി വെക്കണം. ഇതിപ്പോൾ 3 ഗ്ലാസ് ഉണ്ട്. നമുക്ക് വെള്ളം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അളന്ന് മാറ്റി വെക്കുന്നത്. നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന സ്പൈസസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കറുകപ്പട്ട നമ്മൾ എടുക്കുകയാണെങ്കിൽ വലുതാണെങ്കിൽ 2-3 പീസ് എടുത്താൽ മതി. ഇതിപ്പോൾ ചെറിയ പീസ് ആയതുകൊണ്ട് ഞാനൊരു 4-5 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 പീസ് ജാതിപത്രി, 1 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 3-4 ഗ്രാമ്പു, അതേപോലെ ഒരു 6 ഏലക്കായ, ഇത്രയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം, വറുത്തെടുക്കണം. നല്ല ഒരു മണം വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഈ ഒരു മസാലയുടെ ഫ്ലേവറാണ് നമ്മുടെ ബിരിയാണിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി കഴിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് കട്ടിക്കൊക്കെ ഇങ്ങനെ പട്ടയൊക്കെ പൊടിയാതെ കട്ടിയായിട്ട് കിടക്കും. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ചെറിയ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ചെറിയ ഉള്ളിയാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 3-4 സവാള എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവാളയ്ക്ക് പകരവും കൂടി ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ അത്രയും ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ വേണ്ടത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയാണ്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 5-6 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 തുടം വെളുത്തുള്ളി, അതേപോലെ ഒരു 2 വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിട്ടതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിയില, പുതിനയില, ഇത്രയുമാണ്. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ബിരിയാണിക്ക് എപ്പോഴും നെയ്യ് തന്നെയാണ് നല്ലത്. അപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു മൂത്ത മണം വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് മൂത്ത ശേഷം അതിലേക്ക് നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്ത ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ സവാളയും ഇതുപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ കൊത്തി അരിഞ്ഞെടുത്ത സവാളയാണ്. അപ്പോൾ സവാളയ്ക്ക് പകരമായിട്ട് അത്രയും ക്വാണ്ടിറ്റിയിൽ ചെറിയ ഉള്ളി എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. തമിഴ്നാട്ടിൽ അവർ ചെയ്യുന്ന ആ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി നന്നായിട്ട് അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം അത്രയും ഒന്നും അരച്ച് ചേർക്കുന്നില്ല ഈ ഒരു രീതിയിൽ. കാരണം എന്തായാലും കുക്കറിൽ വെന്ത് വരുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞു വരും. അതുകൊണ്ടാണ് ഒരുപാടങ്ങ് ഞാൻ അരച്ചെടുക്കാഞ്ഞത്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന നമ്മുടെ മസാല ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പച്ചമുളകിൻ്റെ എരിവ് മാത്രം പോരാന്നുണ്ടെങ്കിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും മസാലകൾ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് 1 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പഴുത്ത തക്കാളി ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് തക്കാളിയും കൂടി ഒന്ന് കുക്കായി വരണം. അപ്പോൾ തക്കാളി ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. 1-1.5 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. അപ്പോൾ തൈരും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഇടാനുള്ളത് മല്ലിയിലയും പുതിനയിലയും കൂടിയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണം.
ഇതൊന്ന് മിക്സ് ആക്കിയ ശേഷം മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളിതൊന്ന് തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് തിളച്ച് അതിൽ ചിക്കനിലെ ഫുൾ വെള്ളവും ഇറങ്ങിയിട്ട് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എത്ര ഉണ്ടെന്ന് കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് തുറന്ന് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ചിക്കനിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ട് നല്ലതുപോലെ തിളച്ച് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നമ്മളൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്യണം. വെള്ളം ഏകദേശം എത്ര കാണും എന്നൊന്ന് ചെക്ക് ചെയ്യണം. അതനുസരിച്ചിട്ട് മാത്രം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം ഒരു 2 ഗ്ലാസോളം വെള്ളം കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാനിനി ഒരു 4 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതിയാകും. കാരണം എൻ്റെ അരി 3 ഗ്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 4 ഗ്ലാസ് ചൂടുവെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളം 4 ഗ്ലാസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തം 6 ഗ്ലാസ് വെള്ളമാണ് ഈ ഒരു ബിരിയാണി റെഡിയായി കിട്ടാനായിട്ട് എനിക്ക് വേണ്ടുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി മസാലയിൽ 2 ഗ്ലാസ് വെള്ളമുണ്ട്, പിന്നെ 4 ഗ്ലാസ് വെള്ളം ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവോ എരിവ് കുറവോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യണമെങ്കിൽ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് റെഡിയാക്കിയ ശേഷം ഒന്ന് തിളച്ച് തുടങ്ങുമ്പം കുക്കർ അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു വിസിൽ കേട്ടാൽ മതിയാകും, വെന്ത് കിട്ടും. എന്നാലും 2 വിസിൽ കേട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. പിന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേ ലീഫ് ഉണ്ടെങ്കിൽ ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുക. അത് ആദ്യം തന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ലായിരുന്നു, ഞാൻ വിട്ടുപോയതാണ് അതിടാനായിട്ട്. അപ്പോൾ ഇത്രയും ആയപ്പോഴത്തേക്കും ബിരിയാണിയുടെ പകുതി പരിപാടി കഴിഞ്ഞ്, പകുതിയല്ല 1/4 പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വിസിൽ വന്നാൽ മാത്രം മതി. അപ്പോൾ അടച്ച് വെച്ചിട്ട് 2 വിസിലാണ് ഞാൻ കേൾപ്പിക്കുന്നത്. 2 വിസിൽ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ കുക്കർ ഓപ്പൺ ചെയ്യണം. പ്രഷർ പെട്ടെന്ന് തുറന്ന് വിട്ടിട്ട് ഓപ്പൺ ചെയ്യണം. ഒരു വിസിലാണെങ്കിൽ ആ ഫുൾ പ്രഷറും പോയി അത് ഫ്രീ ആകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് തുറന്നാൽ മതി. ഞാനിപ്പോൾ 2 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2 വിസിൽ കേട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പ്രഷറൊക്കെ തുറന്ന് വിട്ടതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി കറക്റ്റായിട്ട് തന്നെ വെള്ളമെല്ലാം വറ്റി കറക്റ്റ് രീതിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഒട്ടും വെള്ളമൊന്നും അധികം ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയാൽ മതി. അപ്പം വളരെ എളുപ്പത്തിലുള്ളൊരു ബിരിയാണിയാണ്, നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്നൊരു ബിരിയാണിയൊക്കെ കഴിക്കാൻ തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.